2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിൽ എത്തി. കൊളംബോയിലെത്തിയ പ്രധാനമന്ത്രിയെ 6 ക്യാബിനറ്റ് മന്ത്രിമാർ ചേർന്നാണ് സ്വീകരിച്ചത്. ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഒരുപക്ഷെ ശ്രീലങ്കയിൽ നിന്നാകും രാമേശ്വരത്തേക്ക് പാമ്പൻ പാലം നാടിന് സമർപ്പിക്കാൻ എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീലങ്കയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഐസൻ കേൾക്കാമെങ്കിൽ, ശ്രീലങ്കയിലെത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിൽ എന്ത്? ിലെത്തിയ പ്രധാനമന്ത്രി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ മികച്ച സ്വീകരണമാണ് അദ്ദേഹത്തെ ലഭിച്ചത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു സുപ്രധാന കാര്യം എടുത്തു പറയേണ്ടത്, 6 ക്യാബിനറ്റ് മന്ത്രിമാർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തി എന്നത് ഏറ്റവും മികച്ച ഒരു സന്ദേശം തന്നെയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട അനുരകുമാര ദിസ്നായക് ഭാരതത്തിലെത്തിയതും അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം നടന്നതിന് ശേഷം പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി അവിടെ എത്തുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, പല വിഷയങ്ങളുണ്ട് പ്രധാനമന്ത്രിക്ക് ശ്രീലങ്കയിൽ ചർച്ച ചെയ്യുന്നതിന്. അതിൽ ഏറ്റവും സുപ്രധാനമായത് ഗ്ലോബൽ സൗത്തിന്റെ ഭാഗമായി ശ്രീലങ്കയിൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ ശബ്ദമാവുക എന്ന നിലപാട് തന്നെയാണ്. തീർച്ചയായും മറ്റു സങ്കീർണമായ ചില വിഷയങ്ങളെല്ലാം തന്നെയുണ്ട്. സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ അനിവാര്യമായും ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ ഏറ്റവും സുപ്രധാനമായി ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭീകരതയ്ക്കും അതുപോലെ തന്നെ ഹവാല ഇടപാടുകൾക്കെല്ലാം തന്നെ സാധ്യത ഒരുക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു കളമൊരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ശ്രീലങ്കയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ കൊളംബോ പോർട്ടിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ തോതിലുള്ള മയക്കുമരുന്ന് വ്യാപാരമാണ്. ഈ മയക്കുമരുന്ന് വ്യാപാരത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം ഇരു രാജ്യങ്ങൾക്കും കൃത്യമായുണ്ട്. സ്വാഭാവികമായും ഈ മയക്കുമരുന്ന് വ്യാപാരത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം നടപ്പാക്കുമ്പോൾ ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെ ഭീകരവിരുദ്ധ നിലപാടുകൾ ശക്തമാക്കുക, ഇത്തരത്തിലുള്ള ഹവാല പണമെല്ലാം പ്രയോജനപ്പെടുത്തുന്നത് ഭീകരതയ്ക്ക് വേണ്ടിയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് പ്രധാനമായും ഭീകരതയെ ചെറുക്കുക എന്നത് തന്നെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകം എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, സാംസ്കാരികമായും അതുപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും സംബന്ധിച്ചൊക്കെ വിശാലമായ ചർച്ചകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാണിജ്യ ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനുള്ള നീക്കങ്ങളും നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ മാരിടൈം സുരക്ഷയെ സംബന്ധിച്ചും അതുപോലെ തന്നെ സമുദ്ര ഗതാഗതം സംബന്ധിച്ചുമുള്ള ധാരണകളുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും അടുത്ത അതിർത്തി നിലനിൽക്കുന്ന ഒരു സമുദ്ര ദ്വീപ് രാഷ്ട്രം കൂടിയായ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുണ്ട് ഭാരതവുമായുള്ള ബന്ധത്തിന്. എന്നാൽ ചൈനയുടെ ചില സാന്നിധ്യമെല്ലാം ശ്രീലങ്കയിലുണ്ട്. ഈ ചൈനീസ് സാന്നിധ്യം, അമ്പൻതോട്ട തുറമുഖം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ അതിശക്തമായ ഒരു സാന്നിധ്യമായി ചൈന ശ്രീലങ്കയിൽ മാറുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ഉൾപ്പെടെയാണ് വിഷയമെങ്കിൽ കൂടി അത് പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വലിയൊരു തരത്തിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അത്തരത്തിലുള്ള ചർച്ചകളും നടക്കുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വൻതോതിലുള്ള വാണിജ്യ വ്യവസായ തരത്തിലുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംവിധാനങ്ങളുടെ സാങ്കേതിക പിന്തുണ, അത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങൾ അനുബന്ധമായി ഭാരതത്തിന് ശ്രീലങ്കയിൽ നടത്താനുണ്ട്. എങ്കിൽ കൂടി ഏറ്റവും സുപ്രധാനമായത് ഈ ഭീകരതയെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ മയക്കുമരുന്നിനെ കടത്തുക, അതുപോലെ തന്നെ കൊളംബോ പോർട്ട് ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളെ, നമുക്ക് വിഴിഞ്ഞം പോർട്ട് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകാനിരിക്കുന്ന, അല്ലെങ്കിൽ പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ 2 പോർട്ടുകളും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാണിജ്യ നേട്ടത്തിന്റെ സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ സന്ദർശനത്തിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിലാണ്. വിവരങ്ങൾ നൽകിയത് ഐസൻ ജോസ്.